വളർന്നുവരുന്ന യുവതലമുറയിലേക്കു കൂടി ഭീകരവാദവും തീവ്രവാദവും കുത്തിവെച്ചു കൊടുത്ത് ഇവർ ഈ രാജ്യത്തെ മറ്റൊരു അഫ്ഗാനിസ്ഥാനാക്കാനും പാകിസ്ഥാനാക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എതിർക്കുന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പാകിസ്ഥാനെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും നമ്മുടെ നാട്ടിലെ മുക്കാൽ മീഡിയകൾക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയാണ് എന്നൊന്നും ചോദിക്കരുത്. ഇന്ത്യയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് വശമില്ലെങ്കിലും ശരി, ഈ മാധ്യമം പത്രമടിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണോ, മുക്കാൽ മീഡിയയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് പാകിസ്ഥാനാണോ എന്ന് ചോദിക്കേണ്ടുന്ന ഒരു സാഹചര്യവും കൂടി ഈ സാഹചര്യത്തിൽ ഈ രാജ്യത്തിനുണ്ട് കേട്ടോ. പത്രമായ മാധ്യമം, അതായത് മാധ്യമത്തിന്റെ ഓൺലൈൻ പതിപ്പിൽ ഒരു വാർത്ത ശ്രദ്ധിക്കും. മാധ്യമം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമമാണ്. എന്നാൽ ഒരു ഇന്ത്യയുടെ ലൈസൻസോടുകൂടി ഇന്ത്യൻ പത്ര മാധ്യമങ്ങളുടെയൊക്കെ തന്നെ അവർക്ക് കൊടുക്കേണ്ട ലൈസൻസും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പത്രം മാധ്യമത്തിന്റെ ഓൺലൈൻ എന്താണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തത് എന്ന സത്യം പറഞ്ഞാൽ ഈ വാർത്തയുടെ തലക്കെട്ട് കണ്ടപ്പോഴും അത് തുടർന്ന് വായിച്ചപ്പോഴും അത്ഭുതം. മാധ്യമം ഇന്ത്യൻ പത്രമാണോ പാകിസ്ഥാൻ പത്രമാണോ എന്ന് ഒരു സംശയം തോന്നി. അതായത് 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കുമെന്ന് വിവരം ലഭിച്ചു എന്ന് പാക് മന്ത്രി തിരിച്ചടിക്കുമെന്നും പ്രഖ്യാപനം. ഇതാണ് തലക്കെട്ട്. ഒന്നുകൂടി വായിക്കാൻ തലക്കെട്ട്. 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കുമെന്ന് വിവരം ലഭിച്ചു എന്ന് പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞതായുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി മാധ്യമത്തിൽ കൊടുത്തിരിക്കുന്നത്. 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കും എന്ന വിവരം ലഭിച്ചു എന്ന് പാകിസ്ഥാൻ ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി അത്തൗള തരാർ പറഞ്ഞു. വിശ്വസനീയമായ രഹസ്യാന്വേഷണം. പാകിസ്ഥാനെ ഈ വിഷയമൊന്ന് അറിയിക്കണമായിരുന്നു മാധ്യമത്തിന്. 36 മണിക്കൂറിനകം ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കും. ഇത് പാകിസ്ഥാൻ പറഞ്ഞിട്ടാണോ മാധ്യമം അറിഞ്ഞത്, അതോ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞതാണോ? പാകിസ്ഥാനെ അറിയിക്കാനാണോ അതോ ഇന്ത്യക്കാരെ അറിയിക്കാനാണോ? അതുകൊണ്ടാണ് പാകിസ്ഥാനാണോ ശമ്പളം കൊടുക്കുന്നത് എന്ന ചോദ്യം ഇവിടെ ആവർത്തിക്കേണ്ടി വരുന്നത്. വിവരം ലഭിച്ചു എന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ആക്രമണം ഉണ്ടാവും എന്ന മുന്നറിയിപ്പാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകും. മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ത്യയാണ് ഉത്തരവാദി എന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരയാണ്. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ വേദന ഞങ്ങൾക്കറിയാം. അങ്ങനെ നിരവധി തവണ അതിനെ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെ ഭീകരവാദം ഉണ്ടായാലും അതിനെ തള്ളിപ്പറയുന്ന നിലപാടാണ് താങ്കൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുമാണ് ഈ മന്ത്രി പറഞ്ഞത്. അത്തൗള തരാർ എന്നാണ് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രിയുടെ പേര്. എന്തായാലും അതൊരു വേശ്യയുടെ ചരിത്ര പ്രസംഗമായി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഇത് വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ പാകിസ്ഥാൻ മന്ത്രിയുടെ പ്രസ്താവന റിപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റുന്നില്ല. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്ത രീതി മാധ്യമം അതായത് ഇന്ത്യക്ക് ശക്തമായി തിരിച്ചറിയിക്കുന്നു. ഇവരുടെ കൂറെവിടെയാ? ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കൂറ് ഇസ്ലാം മത രാജ്യവാദത്തോടല്ലേ? അവർ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കും ഒക്കെ എതിരായി ഇന്ത്യക്ക് സമാന്തരമായിട്ടൊരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ആളുകളല്ലേ. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരിങ്ങനെയല്ലേ വാർത്ത കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് പാകിസ്ഥാൻ പോലെ ഒരു രാജ്യം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകണം, പാകിസ്ഥാനിൽ ലയിക്കണം, പാകിസ്ഥാന്റെ നിയമം വരണമെന്നൊക്കെ തന്നെയല്ലേ ആഗ്രഹം. പാകിസ്ഥാൻ ഖലീഫ കുപ്പായും തച്ചു വെച്ചുകൊണ്ട് MK ഫൈസിയല്ലേ നെയ്യെ കൊണ്ടുപോയത്. ഇന്ത്യ 36 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെ ആക്രമിക്കും എന്ന് വിവരം ലഭിച്ചുവെന്നും പാക് മന്ത്രി പറഞ്ഞത് ഒരു ഇന്ത്യൻ മന്ത്രിയുടെ പ്രസ്താവന പോലെ, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒക്കെ തന്നെ പ്രസ്താവന പോലെ അദ്ദേഹത്തിന്റെ ഈ അത്തൗള തരാർ എന്ന് പറയുന്ന മന്ത്രിയുടെ ചിത്രം സഹിതമാണ് മാധ്യമം ഓൺലൈന് ഈ വാർത്ത നൽകിയത്. ഇവിടെ പല മാധ്യമങ്ങളും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ മാധ്യമമായാലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമമായാലും മീഡിയ വൺ ചാനലായാലും കൈരളി TV ആയാലും ഒക്കെ തന്നെ സത്യം പറഞ്ഞാൽ പല ദേശവിരുദ്ധമായ വാർത്തകൾ ഈ രീതിയിൽ വക്രീകരിച്ചും ഭീകരമാക്കിയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് വാർത്ത പെട്ടെന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല. പക്ഷേ അതിന്റെ ഉള്ളിൽ പരോക്ഷമായി തന്നെ ഇന്ത്യൻ നിലപാടുകളെ അല്ലെങ്കിൽ ഇന്ത്യൻ രീതികളെ ഒക്കെ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന പല നിലപാടുകളും ഇവരൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇവർ പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ചിത്രങ്ങളിൽ നിന്നൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇതാണോ ഇന്ത്യൻ മാധ്യമ? ഇന്ത്യക്ക് രാജ്യത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരു ഭീകരാക്രമണം ഉണ്ടായി പാവപ്പെട്ട കുറെ ആളുകൾ മരിക്കുമ്പോൾ ആ ഭീകരവാദികളെ അല്ലെങ്കിൽ വാർത്തയിലുണ്ട് അവരുടെ കൂറെവിടെയാണ് എന്നത്. ഇന്ത്യ 36 മണിക്കൂറിനകം നമുക്ക് പണി തരും കേട്ടോ, വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തോളൂ എന്ന് അവരോട് പറയാൻ പറ്റില്ലല്ലോ. ഇവരുടെ മാധ്യമത്തിലെ വാർത്തകൾ കൃത്യമായ രൂപത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് കിട്ടുമല്ലോ. എടാ മുത്തറസൂലെ, ഒരു പണിയുമില്ലടാ. എന്തേ? നിന്റെ മുത്തറസൂലിന്റെ പണിയാണോ നിനക്ക്? എന്നാ പോയി പണിയെടുക്ക് ചെല്ല്. 1 മണിക്കൂർ കൊണ്ട് 11ഓളം പെണ്ണുങ്ങളെ കളിച്ചിട്ട് ഒരു കുളി മാത്രം കുളിച്ച നബിയുടെ പണിയാണ് നിനക്കെങ്കിൽ പോയി ചെയ്യടാ, പോടാ. ഞാൻ മുത്തറസൂലിന്റെ പണി ചെയ്യുന്ന ആളല്ല. ചെല്ല. തള്ളിവിടുന്ന പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സ്തുതി പാടുന്ന, അവരെ വെള്ളപൂശുന്ന, ഭീകരവാദത്തെ വരെ പച്ചയായി
പച്ചയായി പരോക്ഷമായി വെള്ളപൂശുന്ന നിലപാടുകൾ പല മാധ്യമങ്ങളും, മലയാളത്തിലെ പല മാധ്യമങ്ങളും ഒക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് അത്യന്തം ഖേദകരമാണ്, വിഷമകരമാണ്, ദുഃഖകരമാണ്. ഇവിടെ കൃത്യമായി തന്നെ ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് ഈ വിഷയത്തിൽ ശക്തമായി താക്കീത് മുന്നറിയിപ്പൊക്കെ തന്നെ രേഖാമൂലം ഇവർക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല മിലിറ്ററി ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അവ പ്രസിദ്ധീകരിക്കരുത്, അവ സംപ്രേഷണം ചെയ്യരുത്, പ്രക്ഷേപണം ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ വാർത്തകളെ വളച്ചൊടിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി വലിയ പുള്ളിയാണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നു, പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസികളൊക്കെ തന്നെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു, ഉടൻ തന്നെ ഇന്ത്യ ആക്രമിക്കും, ഉടൻ തന്നെ തിരിച്ചടിക്കും, ഇതാണ് എന്ന് പറഞ്ഞ് അല്ല, ഇന്ത്യ ഇപ്പൊ തന്നെ നമ്മളെ ആക്രമിച്ചു കളയും, നമ്മളെ, അത് തന്നെയാണ് മാധ്യമം പറയാൻ ശ്രമിക്കുന്ന നമ്മൾ. അത് നമുക്കൊരു പക്ഷേ മനസ്സിലായിട്ടില്ലെങ്കിലും ഇവര് കൊടുക്കുന്ന സൂചനകൾ വെച്ചിട്ട് എല്ലാവർക്കും അത് മനസ്സിലാവും. വാർത്തകൾ നൽകുന്ന ചിലപ്പോൾ റോയിട്ടേഴ്സിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ API നിന്നോ ഒക്കെ തന്നെ കിട്ടിയതായിരിക്കും. പക്ഷേ അത് ഇത്രയും പ്രാധാന്യത്തോടെ മലയാളത്തിൽ നൽകി പാകിസ്ഥാനെ പരോക്ഷമായി വെള്ളം പൂശാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പരോക്ഷമായി പാകിസ്ഥാനെ പിന്തുണ, അല്ലെങ്കിലും പാകിസ്ഥാന് പ്രത്യക്ഷമായും പരോക്ഷമായും ഇവര് കൊടുക്കുന്നത് ശക്തമായിട്ടുള്ള പിന്തുണ തന്നെയല്ലേ? ഇവർക്ക് അല്ലാതെ എന്താ പറ്റുന്നത്? ഇപ്പൊ തന്നെ UN-നോട് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് മുട്ടുകാലിൽ നീന്തുന്ന പാകിസ്ഥാനെ കണ്ടില്ലേ? ഈ പാകിസ്ഥാൻ തന്നെയല്ലേ ഇന്ത്യയോട് ഇങ്ങോട്ട് കയറി മുട്ടിയത്, അല്ലേ? റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ-ഇ-തൊയ്ബയുടെ പോഷക സംഘടന തന്നെ ഏറ്റതാണ് പഹൽഗാം ഭീകരാക്രമണം ഞങ്ങളാണ് ചെയ്തതെന്ന്. എന്നിട്ട് പാകിസ്ഥാൻ അതിനെ നിരാകരിക്കുകയും ലഷ്കർ-ഇ-തൊയ്ബ എന്ന ഒരു വിഭാഗം ഞങ്ങളുടെ രാജ്യത്തെ ഇല്ല എന്ന് പറയുകയും ചെയ്താൽ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. നെഹ്റു ആ വിഷയം, കാശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുപോയി സമാധാനപരമായ ഒരു പരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ. പക്ഷേ അതിന്നും ഒരു തർക്കം പരിഹാരമില്ലാതെ തുടരുന്നു. ഐക്യരാഷ്ട്രങ്ങളെ ഒന്നും ചെയ്യാൻ ആവില്ല എന്ന് ഇന്ത്യക്ക് ഇപ്പോഴറിയാം. അപ്പൊ ഒരു രീതിയിലും ഈ വിഷയം ഒരു മൂന്നാം കക്ഷി, അത് സോവിയറ്റ് യൂണിയൻ ആകട്ടെ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യയോ അമേരിക്കയോ മറ്റേതെങ്കിലും രാജ്യമായിക്കൊള്ളട്ടെ, ഉഭയകക്ഷി അടിസ്ഥാനത്തിലല്ലാതെ മൂന്നാം കക്ഷി മീഡിയേഷന് ഭാരതം സന്നദ്ധമല്ല. അതേപോലെ തന്നെ വിഷയം ആഭ്യന്തരമാണ്, അല്ലെങ്കിൽ ഈ വിഷയം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ്, അല്ലെങ്കിൽ കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്. അത് തീർച്ചയായും ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാകിസ്ഥാനുമായി അടിച്ചു തീർത്തോളാം, ചർച്ച ചെയ്ത് തീരുമാനിച്ചോളാം എന്ന നിലപാടാണ്. ഒരു ഡസനോളം രാജ്യങ്ങളുടെ പ്രതിനിധികളെ വിളിച്ചിട്ടാണ് നരേന്ദ്രമോദി സംസാരിച്ചത്. ഇതിനകത്ത് നിങ്ങൾ ആരും ഇടപെടേണ്ടതില്ല, പഹൽഗാം ഭീകരാക്രമണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൂട്ടുകിട്ടി, ഞങ്ങൾ തിരിച്ചങ്ങോട്ടും മാന്തി പൊളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, നിങ്ങൾ ആരും ഇടപെടേണ്ടതില്ല. അത്രേ ഉള്ളൂ ഇതിനകത്ത്. ഐക്യരാഷ്ട്ര സംഘടനയെ 7 അയലെ തടുപ്പിക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല. കിട്ടിയതൊക്കെ മതിയായി. കാരണം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗത്തുനിന്ന് ഇൻസൾട്ടും അവമതിയും അല്ലെങ്കിൽ പാർശ്വവൽക്കരണവും മാത്രമേ ഇന്ത്യക്ക് നാളെ വരെ ലഭിച്ചിട്ടുള്ളൂ. പക്ഷെ പാകിസ്ഥാന്റെ ഹോപ്പ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും റഷ്യയോ ചൈനയോ, അവരോടാണ് ആദ്യം അഭ്യർത്ഥിച്ചത്. UN-നോട് അഭ്യർത്ഥിക്കുന്നതിന് മുൻപ് ചൈനയോടും റഷ്യയോടും അഭ്യർത്ഥിച്ചു, നിങ്ങൾ മധ്യസ്ഥത വഹിക്കൂ, നിങ്ങൾ ഒരു ഫാക്ട് ഫൈൻഡിംഗ് കമ്മീഷനെ വിടൂ, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ, പഹൽഗാമിൽ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഇത് അന്വേഷിക്കട്ടെ, ആരാണ് ആക്രമണം നടത്തിയെന്ന് അന്വേഷിക്കട്ടെ. ഇന്ത്യ കള്ളം പറയുന്നു, ഇന്ത്യ ഏകപക്ഷീയമായി പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇതൊരു കാരണമായി, വ്യാജ കാരണം ഉണ്ടാക്കി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു നറേറ്റീവാണ് പാകിസ്ഥാൻ ഇപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ പാകിസ്ഥാനെ വെളുപ്പിക്കാനും ന്യായീകരിക്കാനും ഇന്ത്യയെ തകർക്കാനും ശ്രമിക്കുന്ന ഇന്ത്യക്കകത്തുള്ള ശത്രുക്കളെ പുറത്തു കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ദൗത്യം. അന്വേഷണം വരട്ടെ. നമുക്ക് അന്വേഷണം വരും, പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാവും, അന്വേഷണം വരും. ഈ അന്വേഷണം എങ്ങാനും തീരുമോ? വർഷങ്ങൾ എടുത്താലും വിഷയം തേഞ്ഞു മാഞ്ഞു പോകുമെന്നല്ലാതെ അന്വേഷണം ഒരിക്കലും പൂർണ്ണതയിൽ എത്തില്ല എന്നത് പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് പാകിസ്ഥാൻ ഈസ് പ്ലേയിങ് എ വെയിറ്റിംഗ് ഗെയിം, അല്ലെങ്കിൽ ഡിലേയിങ് ടാറ്റിക്സ് എന്ന് പറയും. ഒരു ആക്രമണം എങ്ങനെയും തടയുന്നതിന് അവസാന പൂഴിക്കടകൻ അടവാണ് ചവിട്ടിക്കുഴയ്ക്കുക. ഇത് ആശയക്കുഴപ്പം, അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക. നോക്കൂ, മറുവശത്ത് ഇന്ത്യ എന്താണ് ചെയ്യുന്നത്? വ്യക്തമായ ക്ലാരിറ്റി നൽകുകയാണ് ഭാരതം ഓരോ രാജ്യങ്ങളെയും വിളിച്ച് ഇന്ത്യയുടെ നിലപാട് അറിയിക്കുകയാണ്, ഇന്ത്യ അനുഭവിച്ച വിഷമത അറിയിക്കുകയാണ്, ഇന്ത്യ സംയമനം പാലിക്കുന്നു, ഇതുവരെ ഇന്ത്യ സംയമനം പാലിച്ചു എന്നതും. എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ വൈകുന്നത്? ഞങ്ങളുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ എന്ന രാജ്യം പിന്നീട് ഉണ്ടാകില്ല. കൃത്യമായിട്ട് ഇന്ത്യയുടെ നിരപരാധിത്വം മറ്റ് രാജ്യങ്ങളെ വിളിച്ചറിയിക്കുകയാണ്. രാഷ്ട്രങ്ങൾക്ക് കാണാതിരിക്കാനാവില്ല. അതുകൊണ്ട് ഇന്ത്യ നയതന്ത്ര നീക്കങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ പാകിസ്ഥാൻ മറു നയതന്ത്രം എന്ന നിലയിൽ ലോകരാജ്യങ്ങളെ പരമാവധി ഒരുമിച്ച് നിർത്താനുള്ള ശ്രമത്തിലാണ്. അത് തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യവുമാണ്. ഇനി വെള്ളം വൈകാരിക വിഷയമായതുകൊണ്ട് തീർച്ചയായും ഉറപ്പായും 100% ഉറപ്പായും ഇന്റർനാഷണൽ ഒരു ബോഡിയിൽ, അത് UN-ൽ തന്നെ ജലം തടഞ്ഞ ഒരു സംഭവം വരാനുള്ള സാധ്യതയുണ്ട്. സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ട കരാർ മരവിപ്പിച്ചത് തീർച്ചയായും സംസാരിക്കും. അപ്പോൾ ഒരു ഗ്ലോബൽ ഒപ്പീനിയൻ പാകിസ്ഥാൻ അനുകൂലമായി
ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ബിൽഡപ്പിലാണ് പാകിസ്ഥാൻ പോകുന്നത്. സൈനിക നീക്കങ്ങൾ അതിർത്തിയിൽ നടക്കുന്നു, ഇന്ത്യക്കെതിരെ പ്രസ്താവന സാഹിത്യം നടക്കുന്നു. ഒരു വശത്ത് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം ഭയപ്പാടിൽ നിന്ന് ചെയ്യുന്നതാണ്. മറുവശത്തെ ശരിക്കും പേടിയുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും രക്ഷക്കെത്തണം. ഐക്യരാഷ്ട്ര സംഘടന എങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെട്ടാൽ അത് പാകിസ്ഥാൻ അവസാനമായിരിക്കും. അതുകൊണ്ട് വെടിനിർത്തൽ ഉടനെ തന്നെ ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിക്കണം. പറഞ്ഞു വെക്കാൻ ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ UN നേതൃത്വത്തിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അമേരിക്കൻ റെസ്പോൺസിബിൾ കഴിഞ്ഞാൽ ഇത് പൂർത്തിയാകും. അമേരിക്ക എന്ത് ഭംഗിയായിട്ടാണ് സ്കൗട്ടായത്. നിങ്ങളുടെ പാടായി ട്രംപ് പറയുകയാണ്. പക്ഷെ മാർക്കോ റൂബിയോ അമേരിക്ക ശക്തമായ രൂപത്തിൽ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു തന്നെ നിന്നതാ. പക്ഷേ ഇന്ത്യ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞു, നിങ്ങളെന്നാ മാമായും മച്ചാനും തമ്മിലായിക്കോ, നമ്മളിങ്ങനെ മിണ്ടാതെ നിന്നിട്ട് കളി കണ്ടുകൊണ്ട് നിൽക്കാം, അത്രേ ഉള്ളൂ. ഇന്ത്യയുടെ ആഗ്രഹവും അത് തന്നെയാണ്. ഇന്ത്യ ഒരു രാജ്യത്തെയും ഇതിലേക്ക് വലിച്ചിഴച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധം പോലെ ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത് പോകരുത്. യുദ്ധം തന്നെ ഇന്ത്യ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇതിന് തിരിച്ചടി ഇവർക്ക് കൊടുത്തേ പറ്റൂ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഇന്ത്യ ഇന്ന് ഉറച്ചു നിൽക്കുന്നത്.